ഞാൻ വേങ്ങരയ്ക്ക് അടുത്താണ്, വേങ്ങര കൂരിയാട് അടുത്താണ് വീട്. ഞാൻ ഏകദേശം ഒരു 24ഓളം ക്ലാസ്സായി പങ്കെടുക്കണേ. താഴെ ആയെന്ന് ചേർന്നതാണ്. 24ാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടൈം ഒരു കഴിഞ്ഞ നോമ്പിൻ്റെ ടൈമിൽ, അതായത് ഈ കറക്റ്റ് ടൈമിൽ സ്റ്റോപ്പായിന്. പിന്നെ നോമ്പ് പെരുന്നാൾ അങ്ങനെ കേട്ട് ഇങ്ങനെ ഒരു 3-4 മാസം സ്റ്റോപ്പായിന്. പിന്നെ രണ്ടാമത് തുടങ്ങിയതാണ്. ആ ഒരു ചെറിയൊരു ഫാൾട്ട് ഇങ്ങനെ ഉണ്ട്. എന്നാലും ഉഷാറാക്കി എടുക്കുന്നുണ്ട്. എന്നാലും കുറേ മാറ്റം ആദ്യത്തെ വന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ നിന്ന് നിൽക്കാൻ പോലും കഴിയാത്ത, വാക്കുകളൊന്നും കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ ഞാൻ സ്കൂളിൽ PTA വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമിലൊക്കെ ഉണ്ടാകുന്നുണ്ട്, അധ്യക്ഷ വഹിക്കാനും മറ്റുള്ള പരിപാടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പേടിയൊന്നുമില്ല, സ്കൂളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. പിന്നെ ഉപ്പ ഉമ്മ ഒരു സന്തോഷമായിട്ട് പോകണ വീട്ടിൽ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ആണായിട്ട് വന്നേ ഉള്ളൂ. 4 പെങ്ങന്മാരുണ്ട്, അവരൊക്കെ കെട്ടിച്ചയച്ച് അവരുടെ വീട്ടിലാണ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. സ്റ്റുഡിയോ ഉണ്ട് നാട്ടിൽ, കുറ്റൂര് അറിയും. പിന്നെ ഒരു ഫാൻസി ഷോപ്പുണ്ട്, ഉഷാറായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചോദ്യം ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് അക്രമങ്ങൾ, ലഹരി ഉപയോഗം മൂലം ഒരുപാട് അക്രമങ്ങൾ നമ്മൾ വാർത്താമാധ്യമങ്ങൾ കാണുന്നുണ്ടല്ലോ. അവ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചൊരു മാർഗനിർദ്ദേശങ്ങൾ ഹസ്ബൻഡ് വൈഫിൻ്റെ ഭാഗത്തു നിന്നാണ്. താങ്കൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുന്ന, കാരണം ഇന്നിപ്പോൾ ഒരാഴ്ചയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും പേപ്പറുകളിലൊക്കെ ഈ വാർത്തയാണ് മെയിൻ കോളത്തിലുള്ളത്. കാരണം ഇപ്പോഴത്തെ പൊതുവെ പഴയ പോലെയല്ല, പുതിയ തലമുറ ആദ്യത്തിലുപരി ഒരു 70% കുട്ടികൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് എന്നാണ് ഇപ്പോഴത്തെ കണക്ക് സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ തിരൂരുള്ള ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ ഇപ്പോൾ അടുത്ത ഒരാഴ്ച മുമ്പ് സുപ്രഭാതം പേപ്പറിൽ എഴുതിയിരുന്നു അതിനെപ്പറ്റി കൂടുതൽ. കാരണം മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് വേണ്ടിയാണ് അവിടെ ചികിത്സ സർക്കാർ കൊടുക്കുന്നത്. 70 ബെഡാണ് അവിടെ ഉള്ളത്. അത്ര അതിൽ 10 ബെഡ് മാത്രമേ ഉള്ളൂ ഈ മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ചു വരുന്ന കുട്ടികൾക്ക് ചികിത്സ കൊടുക്കാനുള്ളത്. പക്ഷേ അന്ന് ഈ ഡോക്ടർ പറയുകയാണ് ഇപ്പോൾ 70 അവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ്. 13 വയസ്സായ പെൺകുട്ടി മുതൽ 70-80 പ്രായമുള്ള ഉപ്പമാർ വരെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് ഇന്ന് അവിടെ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം അതിലൊരു പെൺകുട്ടിയോടായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ അച്ഛൻ ഒരു ഡ്രൈവറാണത്രേ, ലോങ് ബസ്സിലൊക്കെ പോകുന്ന ഡ്രൈവറാണ്. അപ്പോൾ അച്ഛൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും, സാധനങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന് വെക്കുമല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മകൾ കണ്ടിട്ട് അച്ഛനില്ലാത്ത സമയത്ത് ഉപയോഗിച്ച് നോക്കിയതാണത്രേ. പിന്നെ അത് കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോൾ ആകെ പ്രശ്നങ്ങളായി. ഇപ്പം ഒന്ന് തിരൂരുള്ള ഈ അഡിക്ഷൻ സെൻ്ററിൽ ഒരു രോഗിയായിട്ട്, ഒരു മാരാരോഗിയായിട്ട്, ചെറിയ ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത ഒരു കുട്ടി ഒരു നിത്യരോഗിയായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മളെ സർക്കാരൊക്കെ സത്യം പറഞ്ഞാൽ, സംഭവം കോൺഗ്രസ്സുകാരാണെങ്കിലും എതിർത്ത് പ്രതിപക്ഷത്ത് എന്ത് സംസാരിക്കല്ല, പൊതുവെ പറയാം. കാരണം ഈ ഒരു കാര്യത്തിനൊക്കെ സർക്കാർ നല്ല കാരണം ഒരു നല്ലൊരു വരുമാന മാർഗമാണ് സർക്കാരിന് ഇത്. അതുകൊണ്ട് തന്നെ ഈ കള്ളഷാപ്പുകളും മറ്റൊക്കെ കൂടുതൽ ഇങ്ങനെ തുറക്കേണ്ട ഒരവസ്ഥയാണ്. സർക്കാർ ഇതിനൊക്കെ അനുകൂലിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ